ശ്രീ പത്മനാഭൻ, അതുതന്നെയാണ്. ഇതാണോ CPM നിലപാട്? അങ്ങനെയാണെങ്കിൽ അവർ ഇത്രയും നാൾ വച്ചു പുലർത്തിയത് എന്താണ്? തുടർന്ന് ഇനി ഇത് പി ജയരാജന്റെ വാക്കുകളിലൂടെ ഇനി അത് ഏറ്റുപറയാൻ അല്ലെങ്കിൽ ഏറ്റെടുക്കാൻ തയ്യാറാകുമോ CPMലെ മറ്റ് നേതാക്കൾ? അല്ല, ഈ കാര്യത്തിലൊന്നും കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊന്നും വലിയ ആത്മാർത്ഥതയൊന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിൽ നിന്നും IS റിക്രൂട്ട്മെൻറ്റ് നടന്നിട്ട് ഇവിടെ എന്ത് നടപടിയാണ് ഉണ്ടായത്? ഇവിടെ നമുക്ക് ഓർമ്മയില്ലേ, കനകമലയിൽ നമ്മുടെ ഇവിടെ കണ്ണൂർ കൂത്തുപറമ്പിനടുത്ത് അവിടെ ഈ ഈ തീവ്രവാദ സംഘടനകളുടെ യോഗം നടന്നുകൊണ്ടിരിക്കെ അവിടെ NIA വന്നിട്ടാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അത് ലോക്കൽ പോലീസ് അറിഞ്ഞിട്ടില്ല അവിടെ ഈ യോഗം നടക്കുന്നത്. അവരെ പിടിച്ചുകൊണ്ട് പോകുന്നത് NIA ആണ്. വേറൊരു സംഭവം ഞാൻ പറയാം. വാഗമൺ സിമി ക്യാമ്പ് നടന്ന വിവരം കേരള പോലീസ് അറിയുന്നത്, അന്ന് UDF ഭരിക്കുന്നത്, അറിയുന്നത് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടന്ന സ്ഫോടനത്തിന് ശേഷമാണ്. വാഗമൺസിലൊരു സിമി ക്യാമ്പ് നടന്നു എന്നുള്ള വിവരം കേരളത്തിലെ പോലീസ് സംവിധാനങ്ങളൊക്കെ അറിയുന്നത്. ഈ രണ്ട് സർക്കാരുകളും വളരെ മൃദുവായ സമീപനമാണ്. അവർക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല, ഇതൊക്കെ നടക്കുന്നുണ്ട് എന്ന് അവർക്കൊക്കെ അറിയാമായിരുന്നു. കേരളത്തിൽ വ്യാപകമായി IS റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിലേക്കും സിറിയയിലേക്കും ഇറാഖിലേക്കൊക്കെ ആടുമേക്കാൻ ആൾ പോകുന്നുണ്ട് എന്നൊക്കെ. ഈ പറഞ്ഞ പോലെ വിരലെണ്ണാവുന്ന ആളുകളൊന്നല്ല അവിടെ പോയത്. നിരവധി ആളുകൾ അവിടെ പോയി മരണപ്പെട്ടിട്ടുണ്ട്. കാസർഗോഡ് പടന്നയിൽ നിന്നും 2 കുടുംബം ഒന്നായിട്ട് അപ്രത്യക്ഷമായിട്ടുണ്ട്. ഭാര്യ, ഭർത്താവ്, കുട്ടികൾ ഒന്നായിട്ട് അങ്ങനെ 2 കുടുംബം അപ്രത്യക്ഷമായിട്ടുണ്ട്. പിന്നെ മറ്റു മതത്തിൽപ്പെട്ട പെൺകുട്ടികളെ വിവാഹം കഴിച്ച് അവരെ ISISലേക്ക് റിക്രൂട്ട് ചെയ്ത് ഈ പറഞ്ഞ പോലെ അഫ്ഗാനിസ്ഥാനിലൊക്കെ പോയി അവരൊക്കെ പലരും കൊല്ലപ്പെട്ടിട്ടുണ്ട്, പലരും അവിടെ ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ ഇത് വ്യാപകമായി നടന്നിട്ടുണ്ട്. അതിനൊന്നും ഒരു മൃദു സമീപനമാണ് എടുത്തത്. പക്ഷേ കേന്ദ്രത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടായതിന് ശേഷം അത് വളരെ കർശനമായ നിരീക്ഷണം നടത്തുകയും പലതരത്തിലുള്ള നടപടികൾ ഉണ്ടാവുകയും അവസാനം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുകയുണ്ടായി. ഇവിടെ ഈ താങ്കൾ പറഞ്ഞ CIA സമരവുമായി ബന്ധപ്പെട്ടൊരു വിഷയമുണ്ട്. ഞാൻ ഈ CIA സമരം ഏറ്റവും ശക്തമായി നടന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട്. ഈ കോഴിക്കോട്ടെ CAA സമരത്തിൽ പിണറായി വിജയൻ 2 പൊതുസമ്മേളനങ്ങളെയാണ് കോഴിക്കോട് കടപ്പുറത്ത് അഭിസംബോധന ചെയ്തത് ഈ CAA ബന്ധപ്പെട്ടിട്ട്. ഒന്ന് CPM തന്നെ നേരിട്ട് നടത്തിയത്, ഒന്ന് സമാന ചിന്താഗതിക്കാരായ സംഘടനകൾ എന്ന പേരിലാണ് നടത്തിയത്, ഒരു സമിതി എന്ന പേരിൽ. ആ ജാഥയ്ക്കൊക്കെ വന്ന ആൾക്കാർ വിളിച്ച മുദ്രാവാക്യം അത്യന്തം പ്രകോപനപരമായ മുദ്രാവാക്യമാണ്. അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ നമ്മുടെ കൈവശമുണ്ട്. അതായത് 21-ലെ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ആ രീതിയിലുള്ള പ്രകോപനപരമായ മുദ്രാവാക്യമൊക്കെ വിളിച്ചിട്ടാണ് അവിടെ ജാഥ നടത്തിയത്. അതൊക്കെ ഇവിടെ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യത്തിനോടൊക്കെ 2 മുന്നണി, ഇടതു മുന്നണിയും അതെ വലതു മുന്നണിയും അതെ മൃദു സമീപനമാണ് കൈക്കൊണ്ടത്. പിന്നെ ഈ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ മൃദു സമീപനമാണ് CPMൻ്റെ മൃദു സമീപനത്തെക്കാൾ അപകടകരം. കാരണം കോൺഗ്രസ് ഒരു സമീപനം എടുക്കുമ്പോൾ അത് അഖിലേന്ത്യാ തലത്തിൽ അതിന് പ്രതിഫലനം ഉണ്ടാവും. CPM ഒരു നിലപാടെടുത്താൽ കേരളത്തിൽ മാത്രമേ അതിൻ്റെ ചലനങ്ങൾ ഉണ്ടാവുള്ളൂ. പക്ഷേ കോൺഗ്രസ് ഒരു സമീപനം എടുക്കുമ്പോൾ അത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ചലനങ്ങളുണ്ടാവും. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ പ്രതിപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി എടുത്ത മൃദു സമീപനം വളരെ അപകടകരമായ ഒരു സമീപനമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ സാഹചര്യമൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും പല സ്ഥലത്തും പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ടാവും. സ്വാഭാവികമായിട്ടും ഇവരൊന്നും അങ്ങനെ ഈ പണി നിർത്തിപ്പോകുന്ന ആൾക്കാരല്ലല്ലോ. കാരണം ഇത് ഒരു തരം ബ്രെയിൻ വാഷിംഗ് നടന്നതിന് ശേഷം ചെയ്യുന്ന പ്രവൃത്തിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവർ തീവ്രവാദികളാണ്. ഇവർ വർഗീയവാദികൾ എന്നൊന്ന് വിളിച്ച് ഓമന പേരിട്ട് വിളിക്കരുത്. ഇവർ തീവ്രവാദികളാണ്, രാജ്യദ്രോഹ ശക്തികളാണ്. ഇവർക്കെതിരെ എടുക്കേണ്ട നിലപാട് രാഷ്ട്രീയ നിലപാട് മാത്രമല്ല, നിയമപരമായ നിലപാടും അതോടൊപ്പം തന്നെ പിന്നെ ക്രിമിനൽ നിയമ ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള നടപടികളുമാണ് ഈ തരത്തിലുള്ള ആളുകൾക്കെതിരെ വേണ്ടത്.